സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്നൊരു ഏത്തയ്ക്കയുടെ പച്ചടിയാണ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു നല്ലപോലെ പഴുത്ത ഒരു ഏത്തയ്ക്ക ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് 2-3 പച്ചമുളകും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഈ പരുവത്തിൽ വേവിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇച്ചിരി തേങ്ങ, ഇച്ചിരി ജീരകവും കടുവും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം. അതും കൂടി ഈ മിശ്രിതത്തുമായിട്ട് ഒന്ന് ചേർത്ത് എടുക്കുക. അതിനുശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് ഇച്ചിരി തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. പുളിയുള്ള തൈരാണെങ്കിൽ ഒന്നുകൂടെ നല്ലത്. ഇതെല്ലാം ഞാൻ ഇന്ന് തന്നെ വൈകിട്ട് വരുന്ന വഴി തന്നെ മേടിച്ചിട്ട് വന്നു. ഇപ്പോൾ രാവിലെ പോകുമ്പോഴേ നമ്മൾ ഒരു കാൽക്കുലേഷൻ ഉണ്ട്, ഇന്ന് എന്താണോ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ച് പച്ചടിയാണെന്ന് മനസ്സിൽ വന്നത്. എന്നാൽ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് തന്നെ ഇനി പോകുന്നു. അങ്ങനെ ഇതെല്ലാം തൈരൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് ഇച്ചിരി കടുക് ഒന്ന് പൊട്ടിച്ച്, കറിവേപ്പിലയും കടുകും കൂടെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ പച്ചടി റെഡി. അപ്പം നിങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാക്കും എന്നറിയാം. അപ്പം പച്ചടി ഉണ്ടെങ്കിൽ നമുക്ക് ഊണ് ഉശാലാണ്. അപ്പം പിന്നെ വൈകിട്ട് കുറച്ച് ചോറേ കഴിക്കത്തുള്ളെങ്കിലും അപ്പം പച്ചടി ആകുമ്പോൾ ഒന്നുകൂടെ നമുക്ക് തന്നെ ഒരു മനസ്സിന് സന്തോഷം. അപ്പോൾ നിങ്ങളെല്ലാവരും പച്ചടി ഉണ്ടാക്കുക. നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നല്ലൊരു ശുഭരാത്രി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.